ആസ്പെയർ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആസ്പെയർ അക്കാഡമി എന്ന് പറയുന്നത് ഒരു ആസ്പെയർ ഗ്രൂപ്പ് ഇനിഷ്യേറ്റീവ് ആണ്. അത് പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും കരിയർ ഗൈഡൻസിനും പിന്നെ ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഏതൊരു ഇന്ത്യൻ പൗരനും ഇത് വായിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നിങ്ങളിത് ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന രീതിയിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. വരുന്ന വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ഫ്രോസൺ ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ പുറത്തെടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരിക്കലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കായിട്ട് തോന്നുമെങ്കിൽ എഞ്ചിനീയറിംഗിലും അതുപോലെ തന്നെ ഫിസിക്സിലും അതുപോലെ തന്നെ സയൻസിലും വളരെ ഡൈവേർജനിങ് ആയിട്ട് ഒരു ടോപ്പിക്കാണിത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയറിൽ വാട്ടർ വേപ്പർ ഉണ്ട്. എയറിലെ വാട്ടർ വേപ്പർ കണ്ടൻസ് ആയിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വാട്ടർ ബോട്ടിലിന് ചുറ്റും. അപ്പൊ അത്തരത്തിലാണ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഈ വാട്ടർ ബോട്ടിൽ ഫോം ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുമല്ല, കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് വാട്ടർ വേപ്പർ എന്ന് പറയുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് അതേപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറിയിട്ടുള്ളതാണിത്. അതായത് due to condensation, water vapor present in the air condenses on the surface of the bottle. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. വരുന്ന വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ താങ്ക് യു.